പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, മരിച്ച വീടുകളെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈശോയെ, എന്താണ് കാരണമെന്ന് അറിയത്തില്ല. അവർക്ക് വേണ്ടിയുള്ള ഒപ്പീസ് പ്രാർത്ഥനകളും വേർപാട് പ്രാർത്ഥനകളും ഒക്കെ കാണുന്നു. ഈശോയെ, മരണ വീടുകളും മരിച്ച് സ്വന്തപ്പെട്ടവർ വിടവാങ്ങിപ്പോയ വീടുകളും ആ സമയത്ത് എല്ലാവരും ഓരോരുത്തരും ഓടി വന്ന് സന്ധിച്ച് സമാശ്വസിപ്പിച്ചെങ്കിലും കർത്താവെ, ദിവസങ്ങൾ കഴിയുമ്പോൾ ആ വീട്ടിൽ അപ്പോഴാണ് ശരിക്കും മരിച്ച വീടായി മാറുന്നത്. മരിച്ച വീടുകൾ എപ്പോഴും മരിച്ച വീടായി മാറുന്നത് മരണം കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോഴാണ്. അത്തരം വീടുകൾ ഒത്തിരി കർത്താവ് കാണിക്കുന്നുണ്ട്. ഈശോയെ, അവരെല്ലാം നീ സന്ധിക്കണം. ദൈവമേ, പരിശുദ്ധ അമ്മ യേശുവിൻ്റെ വിയോഗത്തിൽ ജീവിച്ചതുപോലെ ആത്മശക്തിയോട് ജീവിക്കാൻ വേണ്ടി അവർക്ക് അഭിഷേകം നൽകുന്ന പ്രാർത്ഥന. കർത്താവേ, പരീക്ഷയ്ക്ക് തോറ്റുപോയവരുണ്ട്, ഇൻ്റർവ്യൂ പരാജയപ്പെട്ടു പോയവരുണ്ട്, പണം അപഹരിക്കപ്പെട്ടവരുണ്ട്. കർത്താവേ, അവരെല്ലാം
പണാപഹരണങ്ങൾ. ചില സമയത്ത് നമ്മുടെ സമാധാനം അപഹരിക്കപ്പെടും, ചില സമയത്ത് നമ്മുടെ സ്വത്ത് അപഹരിക്കപ്പെടും. എത്ര പേരുടെ വിസ തട്ടിപ്പിലൊക്കെ വന്നിട്ടുള്ളത്? അവരെല്ലാവരും ഞാൻ ഈ സമയത്ത് പ്രാർത്ഥനയിൽ ഓർക്കുകയാണ്. ആദിമസഭയുടെ ഒരു ആത്മാഭിമാനവും അഭിഷേകവും ഉണ്ട്. നമുക്ക് വായിക്കാം. എബ്രായർ 10:34 വായിച്ച്. തടങ്കലിലായിരുന്നപ്പോൾ നിങ്ങൾ വേദനകൾ പങ്കിട്ടു. കണ്ട ധനത്തിന്റെ അപഹരണം സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചു. എന്തെന്നാൽ കൂടുതൽ ഉത്കൃഷ്ടമായത് ശാശ്വതവുമായ ധനം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു. അതായത് ഈ നഷ്ടപ്പെടുമ്പോഴും ഭൂമിയിൽ നമുക്ക് എന്ത് നഷ്ടപ്പെട്ടാലും ശാശ്വതവും ഉത്കൃഷ്ടമായതിന് വേണ്ടി ദൈവം നമ്മളെ ഒരുക്കുകയാണെന്നാണ് ആദിമസഭ ചിന്തിച്ചത്. കർത്താവേ, അതുപോലെ ചിന്തിക്കാനുള്ള അഭിഷേകം അവരുടെ മക്കൾക്ക് നൽകണമേ. കർത്താവേ, നീ പറഞ്ഞല്ലോ ഈശോയെ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നുവെന്ന്. ഇതുപോലെ ലോകം നൽകുന്ന ദുഃഖങ്ങളെ കീഴടക്കാൻ യേശുക്രിസ്തുവിന്റെ വചനങ്ങളാൽ ഞങ്ങളെ അങ്ങ് ആത്മധൈര്യപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ. നിത്യം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് സർവീശ്വര എന്നേക്കുമാമേൻ. തിങ്കളാഴ്ച എന്താ പറഞ്ഞത്? ദൈവത്തിന് ഇഷ്ടമുള്ളവരെ മാത്രമേ ദൈവം തൻ്റെ അടുക്കിലേക്ക് വിളിക്കത്തുള്ളൂ. 3:13 അനുസരിച്ചുകൊണ്ട്. അപ്പോൾ വ്യക്തികളെ അങ്ങനെയാണ്, പ്രാർത്ഥന അങ്ങനെയാണ്. എന്താണ്? ഇഷ്ടപ്പെട്ടവരുടെ പ്രാർത്ഥനയായിരിക്കും ദൈവം സ്വീകരിക്കണം എന്നർത്ഥം. അപ്പോൾ ഒരു ചോദ്യം വരും. എന്താ ചോദ്യം എന്നത്? ദൈവത്തിന് ഇഷ്ടമുള്ളവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു ചോദ്യമുണ്ട് ബൈബിളിൽ, അല്ലേ? ദൈവത്തിന് ഇഷ്ടമുള്ളവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യോഹന്നാൻ 6:28-29. അപ്പോൾ അവർ ചോദിച്ചു അങ്ങോട്ട് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ. ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതി അതാണ് കണ്ട. അതൊക്കെ ദൈവഹിതം ഇഷ്ടം. ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശു മറുപടി പറഞ്ഞു. യേശുവിന് റെഡിമെയ്ഡ് ആൻസർ ഉണ്ട്. യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ആരാണ് വിശ്വസിക്കേണ്ടത്? ദൈവം അയച്ചവനിലുള്ള വിശ്വാസമാണ് ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പം അയച്ചവനെ ക്രിസ്തുവല്ലേ? അപ്പം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണെങ്കിലേ ദൈവത്തിന് തോന്നണം നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നുള്ളത്. ഇപ്പം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് ദൈവത്തിന് തോന്നണമെങ്കിൽ നമ്മളുടെ ഈ പ്രാർത്ഥന മാത്രം പോരാ. അതാണ് വിഷയം. അപ്പോൾ ദൈവത്തിന് നമ്മളെ ഇഷ്ടമാണെന്ന് തോന്നണമെങ്കിൽ പിന്നെ എന്താനുള്ള മുമ്പിലുള്ള വിഷയം, നമ്മുടെ റിസ്ക് എന്താ? റിസ്ക് എന്ന് പറയണത് ദൈവത്തിന് ഇഷ്ടപ്പെടുത്താൻ വേണ്ടി ആണ് ഈ വിശ്വാസത്തിൻ്റെ. എന്തുകൊണ്ട് വിശ്വസിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവെന്ന് പറയണത്, സിമ്പിളായിട്ടൊരു ഉത്തരവെന്ന് പറയണത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരായി ജീവിക്കാനാണ്. അതാണ് വിശ്വാസത്തിൻ്റെ ലക്ഷ്യം. അതാണ്. ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങേക്ക് ഇഷ്ടപ്പെട്ടവരായി ജീവിക്കുവാൻ വിശ്വാസത്തിന്റെ പ്രവർത്തനം ഞങ്ങളിലെ വർത്തമാനമാകുവാൻ ഇടയാക്കണമേ. നമ്മുടെ പ്രാർത്ഥന ദൈവം ഇഷ്ടപ്പെടുന്നത് നമ്മളെ ദൈവത്തെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അപ്പം എപ്പോഴും നമ്മുടെ റിസ്ക് എന്താണ്? ഓരോ ദിവസവും ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരായിട്ട് നമ്മൾ മാറണം. യേശുവേ നന്ദി. അമ്മ മാതാവിനും തിരുമാനും 1000 നന്ദി അർപ്പിക്കുന്നു. ഇതെൻ്റെ മകനാണ്. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ചിറ്റാർ എന്ന സ്ഥലത്തു നിന്നുമാണ് വരുന്നത്. ഇത് എൻ്റെ മകനാണ്. ഞങ്ങൾ 2019 മാർച്ച് മാസമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തത് ഞാനൊരു LP സ്കൂൾ ടീച്ചറാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്കൂളിൽ
ഇങ്ങനെ ഇരിക്കുമ്പോഴേ എൻ്റെ ഒരു സീനിയർ അധ്യാപകൻ എൻ്റെ കയ്യിലൊരു പത്രം തരികയും ഇത് വായിക്കണമെന്ന് പറയുകയും ചെയ്തു. അതിന് പ്രകാരം ഞാൻ ആ പത്രം, പക്ഷേ എനിക്ക് വായിക്കാൻ പറ്റിയില്ല, എൻ്റെ മേശയിൽ ഞാൻ ഇടുകയും വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ മകൻ അപ്രതീക്ഷിതമായിട്ട് എന്നോട് പറയുകയാണ്, അമ്മേ നമുക്ക് കൃപാസനം എന്നുള്ളൊരു സ്ഥലമുണ്ട്, അവിടെ പോയി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ അന്നേരം ഞാനും പറഞ്ഞു, ശരി മോനെ, എനിക്കൊരു പത്രം കിട്ടിയായിരുന്നു. ഞങ്ങൾ വളരെ വലിയ പ്രയാസത്തിലിരിക്കുന്ന സമയമാണ്. എൻ്റെ ഹസ്ബൻഡ് മരിച്ചു 13 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അങ്ങനെ വളരെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട്, മാനസികമായ ബുദ്ധിമുട്ട്, ഇതൊക്കെ അനുഭവിച്ച് ഞങ്ങൾ ഇങ്ങനെ കഴിയുന്ന കാലം. മകനൊരു ജോലിയില്ല. എനിക്ക് 3 മക്കളാണുള്ളത്. ഇത് മൂത്ത മകന്, ഇതിന് മൂത്തതൊരു മകളാണ്. അവരുടെ കാര്യം ഒന്നും എത്തിയില്ല. പിന്നെ അപ്പോഴാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി, ഞാനും മകനും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 13 വർഷമായി വിൽക്കാൻ വെച്ചിരുന്ന ഒരു വസ്തു, അത് ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ആദ്യത്തെ നിയോഗത്തിൽ അതിൽ ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ വസ്തു ഞങ്ങൾക്ക് അത്ഭുതകരമായിട്ട് വിൽക്കുവാൻ സാധിച്ചു. അതിന് അമ്മ മാതാവിന് നന്ദി കരയേറ്റുന്നു, തിരുകുമാരന് നന്ദി. പിന്നീട് അടുത്തത് എൻ്റെ മകളുടെ വിവാഹകാര്യമായിരുന്നു വെച്ചത്. അതിനു മുമ്പ് തന്നെ മോനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ മോന് ചെറിയ ഒരു ജോലി ലഭിച്ചു. ജോലിയായിരുന്നു വെച്ചത്, അതും വെച്ചായിരുന്നു, അതിൽ ലഭിച്ചു. പിന്നെ എൻ്റെ മകളുടെ വിവാഹകാര്യം വെച്ചു. അങ്ങനെ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി എൻ്റെ ഒരു ബന്ധു തന്നെ കല്യാണം ആലോചിച്ചു. ഞങ്ങൾ വിചാരിച്ച് നല്ല കല്യാണമായിരിക്കുമല്ലോ, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ എന്തോ അത് ഞങ്ങൾക്ക് കല്യാണമൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ അത് ഞങ്ങൾക്ക് ശരിയായില്ല. അവർ ഒരു പ്രത്യേക ആൾക്കാരായിരുന്നു. ചെന്നതിന് ശേഷമാണ് ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടത്. അങ്ങനെ മകൾക്ക് അവിടെ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. എങ്കിലും ഞങ്ങൾ ആ കൊറോണ സമയമായിരുന്നു. മോൾ ഇതൊന്നും എന്നോട് പറയുന്നില്ല. അങ്ങനെ സാഹചര്യത്തിൽ അവർക്ക് അവിടെ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുകയും ആ പയ്യനെ വളരെ വേറൊരു ഒരു ലൈനിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ ചെന്ന് എൻ്റെ മകളെ അവിടെ നിന്ന് പോകുവാൻ ഇങ്ങോട്ട് വരാൻ, അമ്മ ഞാനിവിടെ തന്നെ നിന്നോളാം, അമ്മയ്ക്ക് പ്രയാസമല്ലേ, ഇത്രയും കഷ്ടപ്പെട്ടല്ലേ എന്നെ കല്യാണം കഴിച്ച് വിട്ടത് എന്നൊക്കെ മകൾ പറയുകയുണ്ടായി. എങ്കിലും ഞങ്ങൾ അവിടെ ചെന്ന് കൂട്ടിക്കൊണ്ട് വന്ന്, അപ്പോൾ അവിടെ വീട്ടിൽ ചെന്നപ്പോഴേ ഞാൻ ചോദിച്ചു എന്താ കാര്യമെന്ന് ആ കുടുംബത്തിലെ അമ്മയോടും അപ്പനോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ സ്റ്റാറ്റസിന് ചോദിച്ച മകളല്ല, മകൾ എംടെക് വരെ പഠിച്ച മകളാണ്, വളരെയധികം പിന്നെ അറിവുള്ള മകളാണ്. പക്ഷേ അവരുടെ ആ സ്റ്റാറ്റസിന് അനുസരിച്ച് ഒരുങ്ങുന്നില്ലായിരിക്കാം, അങ്ങനെയൊക്കെ അവർ പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഒരു മാസമേ ആയുള്ളൂ. അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി ഇനി അവളെ അവിടെ നിർത്തിയിട്ട് കാര്യമില്ല, അവൾ അത്രയ്ക്ക് പ്രയാസം അവിടെ അനുഭവിച്ചു എന്ന് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി. ഞങ്ങളെ അവിടെ നാട്ടി ഇറക്കി വിടുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് കോടതിയിലൊക്കെ പോയി. ആ കൊറോണ സമയത്ത് ഞങ്ങളിവിടെ വന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തു, മകളെടുത്തു, ഈ മകനെടുത്തു, വീണ്ടും ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് അതിൽ നിന്നും മോചനം ലഭിച്ചു. എൻ്റെ മകൾക്ക് അതിൽ നിന്നും വലിയ വിടുതൽ അവിടുന്ന് വരാൻ സാധിച്ചു. പേപ്പേഴ്സ് എല്ലാം കോടതിയിൽ പോയി ശരിയായി. അപ്പോഴാണ് മകൾക്ക് കാനഡയിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്. അവൾ ഇത്രയും പഠിച്ചതല്ലേ, ഇനി എന്ത് ചെയ്യും അമ്മേ എന്നുള്ള എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മകളെ IELTS എഴുതാൻ. അതും ഇവിടെ നിയോഗം വെച്ചു. ആദ്യം തന്നെ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആദ്യം തന്നെ നിയോഗം വെച്ചതിൽ IELTS അവൾ ആദ്യം തന്നെ പാസ്സായി. പിന്നെ അങ്ങനെ അവൾക്ക് കാനഡയിൽ പോകാൻ വിസയ്ക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ അത് ആദ്യം റിജക്ഷനായി. രണ്ടാമത് ഞാനിവിടെ വന്ന് റിജക്ഷൻ ആവുമല്ലോ, ഇനി ഒരാഴ്ചയെ സമയമുള്ളൂ. അപ്പോൾ ഞാനിവിടെ വന്നു പിന്നെ മാതാവിനോട് അന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ മകൾക്ക് ഇനി ഒരു വഴി കാണിച്ചു കൊടുക്കണമേ, ഒരു ദേശം കാണിച്ചു കൊടുക്കണമേ, പുതിയൊരു നാമം കാണിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. കാരണം അവൾക്ക് ഇവിടെ ഈ മനുഷ്യരെ ഫേസ് ചെയ്യാൻ അത്രയ്ക്ക് ഒരു മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിനോട് കരഞ്ഞ് വീട്ടിൽ ചെന്ന് അന്ന് കിടന്നുറങ്ങി. മകൾ തിരുവനന്തപുരത്തായിരുന്നു ജോലി. അവൾ വെളുപ്പിനെ 4 മണിക്ക് എന്നെ വിളിക്കുകയാണ്, അമ്മയെ എൻ്റെ വിസ എനിക്ക് അടിച്ചു വന്നു. അമ്മ ഞാനിവിടെ ഇരുന്ന് പ്രത്യക്ഷ പ്രാർത്ഥന രാത്രി മുഴുവനും ചൊല്ലുകയായിരുന്നു. ഞാനും അങ്ങനെ മുട്ടുമ്മേ നിന്ന് ഞാനും മകനും എൻ്റെ കുടുംബവും പ്രാർത്ഥന ചൊല്ലിയതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ആ ഒരാഴ്ച കൊണ്ട് മകൾക്ക് കാനഡയിൽ എത്തിച്ചേരുവാനും ഇപ്പോൾ ഒരു പാർട്ട് ടൈം ജോലി പ്രാർത്ഥിച്ച് അതും കിട്ടി. എൻ്റെ അങ്ങനെ വലിയ അനുഗ്രഹം മാതാവിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചു. കാരണം കഷ്ടപ്പാടിൻ്റെ നടുവിൽ ഒരു വിധവയായ സ്ത്രീയെ ഇത്രയേറെ ഉയർത്തുവാൻ മാതാവിന് കഴിയുമെന്ന് ഞാൻ വളരെയധികം സാക്ഷ്യപ്പെടുത്തുകയാണ്. കാരണം ഒന്നും എത്താത്ത കുഞ്ഞുങ്ങൾ, പിന്നെ മനുഷ്യർ പഴിച്ച് നാണക്കേടുണ്ടാക്കുന്ന ജനങ്ങൾ, ഇവരുടെ മുന്നിൽ എന്നെ നിലനിർത്തിയ വലിയ കരുണയ്ക്കായി മാതാവിൻ്റെ മുന്നിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. കാരണം ഞങ്ങൾക്ക് അതിലൂടെ ലഭിച്ചത്, അപ്പോഴെനിക്ക് ഇത്രയും പ്രയാസം
ഉണ്ടായപ്പോഴേ അച്ഛൻ്റെ ടോക്കുകളും പ്രസംഗങ്ങളും എല്ലാം ഞാൻ കേൾക്കുമായിരുന്നു. അപ്പോഴേ അച്ഛൻ ഒരു അവസരത്തിൽ പറയുകയുണ്ടായി, പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചതിന് ശേഷം മാത്രമേ അതാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, അല്ലാതെ നിങ്ങൾ ഇത് തരണോ അത് തരണോ അതല്ല പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥന ഇടയ്ക്ക് അങ്ങനെയായി. അതുകൊണ്ടാണ് എനിക്കിതെല്ലാം സാധിച്ചത് എന്ന് ഞാൻ ഇന്ന് അടിയുറച്ച് വിശ്വസിക്കുകയാണ്. പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചതിന് ശേഷം മാത്രമേ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളൂ എന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. അങ്ങനെ ഞാൻ പിന്നെ ഇന്ന് എൻ്റെ ജീവിതം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം വളരെയധികം ആത്മീയമായിട്ട് ഒരു ചിട്ടയായ ഒരു ജീവിതം എനിക്ക് നയിക്കുവാൻ സാധിക്കുന്നു. കൃപാസനം മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് റോസിലി. ഞാൻ മലപ്പുറം ജില്ലയിൽ സെൻറ്റ് ജോസഫ് ചർച്ച് കുറ്റിപ്പുറം ദേവാലയത്തിന് ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. 2022 നവംബർ 11 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. കൃപാസനത്തെക്കുറിച്ച് വളരെയധികം കേട്ടിട്ടുണ്ട് എങ്കിലും അത്രമാത്രം തീഷ്ണത എനിക്കില്ലായിരുന്നു. പ്രാർത്ഥന മതിയല്ലോ എന്ന ഒരു ചിന്താഗതി മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ അനുഭവം എന്നെ ഇവിടെ എത്തിച്ചു. ഒന്നാമതായിട്ട് ഇത് എൻ്റെ മകളുടെ ഭർത്താവ്, അവളുടെ കുട്ടി, മോനിപ്പോൾ 4 വയസ്സായി. അവന് ഉണ്ടായപ്പോൾ മുതലേ തന്നെ അസുഖങ്ങളായിരുന്നു. പക്ഷേ 9 മാസം ആയപ്പോൾ അവന് പനിച്ചു. അതിനുശേഷം അവന് ഫിക്സ് ഉണ്ടായി. പിന്നെ തുടർച്ചയായിട്ട് അവന് പനി വരികയും ഇടയ്ക്കിടയ്ക്ക് ഫിക്സ് വരികയും ചെയ്യുമായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലുകളിലൊക്കെ ഞങ്ങൾ പോയി, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു. പക്ഷേ അവന് മാസത്തിൽ 2 പ്രാവശ്യം പനി. ആ 2 പ്രാവശ്യം എന്ന് വെച്ചാൽ ഒരു മാസം മുഴുവനുമാണ് അതിൻ്റെ കേട്. പനി, ഛർദി, പിന്നെ ചുമ. അത് ഈ 1.5 വയസ്സായപ്പോൾ അവനൊരു ചുമ തുടങ്ങിയിട്ട് നീണ്ട 6 മാസക്കാലത്തോളം ചുമയായിരുന്നു. രാത്രി 12 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ വണ്ടിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്. ഇത് കണ്ടു നിൽക്കാൻ വയ്യാഞ്ഞിട്ട് ചുമച്ച് കുട്ടി ഇങ്ങനെ കഴുത്ത് കുത്തി പോകും. ഡോക്ടേഴ്സിനും പിടുത്തം കിട്ടുന്നില്ല ഇത് എന്താണെന്ന് ഓർത്തിട്ട്. അവസാനം ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ച് ചെന്ന് അന്നും അവന് രാത്രിയിൽ പനിയും ഛർദിയും വല്ലാണ്ടുണ്ടായി. അപ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലി അവന് ഉപ്പ് നൽകുകയും തൈലം അവൻ്റെ ജോയിൻ്റ് ഭാഗങ്ങളിലൊക്കെ തൂക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്ന് വരെയും അവൻ ചുമച്ചിട്ടില്ല. പനിയുടെ തീവ്രത കുറച്ച് നാളത്തേക്ക് വന്നു, പിന്നീട് അത് കുറഞ്ഞ് ഇപ്പോൾ 3 മാസമായി അവന് ഒരു പനിയോ ജലദോഷമോ ഒന്നുമില്ല. പിന്നെ അവന് ഭക്ഷണത്തിന് സാധാരണ ഈ പ്രായമാകുമ്പോൾ കുട്ടികൾക്ക് രാവിലെയൊക്കെ ഭക്ഷണം കൊടുക്കാം. പക്ഷേ ഇവന് രാവിലെ കുഞ്ഞിലേ കൊടുക്കുന്ന കുറുക്കാണ് ഇപ്പോഴും കൊടുക്കുന്നത്. ആ ഭക്ഷണത്തിൽ വളരെയധികം കുറേ അലർജി ഉണ്ടായിരുന്നു. അത് ക്രമേണ ഇപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും അവൻ പൂർണ്ണ ആരോഗ്യവാനായിട്ടാണ് അവൻ ഇരിക്കുന്നത്. ഇത്രയും വലിയ ഒരു ദൈവകൃപ ഞങ്ങൾക്ക് തന്ന മാതാവിന് 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. കാരണം ഇവൻ്റെ അമ്മ ഇവിടെ ഇല്ല. ഇവൻ്റെ അമ്മ കഴിഞ്ഞ ഡിസംബർ 28 കാനഡയിലേക്ക് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോയത്. പോകുന്നില്ല എന്ന് പറഞ്ഞ്, കുട്ടിയുടെ അസുഖം കാരണം പോകുന്നില്ല എന്ന് പറഞ്ഞ് മടിച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ അപ്പോൾ എന്നെയും കൃപാസന മാതാവിനെയും അവൾ ഭാരമേൽപ്പിച്ചിട്ട് അവൾ പോയി. അതിന് ശേഷം അവന് ഇതുവരെയും ഒരു അസുഖം വന്നിട്ടില്ല. രണ്ടാമത്തെ നിയോഗം എൻ്റെ ഉടമ്പടിയുടെ നിയോഗം എന്താണെന്ന് വെച്ചാൽ, മോൻ്റെ അമ്മ എൻ്റെ മകൾക്ക് പ്രഗ്നൻ്റായ ആ സമയം മുതൽ ദേഹം മുഴുവനും അരിമ്പാറ, നെറ്റിയിലും മുഖത്തും കയ്യും കാലും എന്ന് വേണ്ട എല്ലായിടത്തും ചെറിയ ചെറിയ അരിമ്പാറകളും വലിയ അരിമ്പാറയും വരുമായിരുന്നു. ആകെ വൃത്തികേടായിട്ട് വളരെയധികം മാനസിക ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയി കുറേയൊക്കെ കരിച്ചു കളഞ്ഞു. ചില ഭാഗങ്ങളിൽ ലേസർ ചെയ്തു. ഒരു ഭാഗത്ത് ചെയ്യുമ്പോൾ വീണ്ടും മറ്റൊരു ഭാഗത്ത് വരിക. അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടായിരുന്നു അവൾക്ക്. പക്ഷേ ഞാൻ നിയോഗം വെച്ച് ഇത് പ്രാർത്ഥിച്ചു. ഇപ്പോൾ 3 മാസമായി അവളുടെ ശരീരത്തിൽ അങ്ങനെ ഒരു സാധനമേ ഇല്ല. അവളെന്നെ എല്ലാം വീഡിയോ കോൾ വിളിച്ചിട്ട് എല്ലാം കാണിച്ചു തന്നു. ഒന്നുമില്ലമ്മേ, എല്ലാം മാഞ്ഞുപോയി എന്ന് പറഞ്ഞു. അത് ദൈവമാതാവ് ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഞങ്ങൾ 1000 നന്ദി പറയുന്നു. ഇനി ഇതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാനിവിടെ വരാൻ എന്നെ ഇവിടെ എത്തിച്ചത് എൻ്റെ മകൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ മകൻ കാനഡയിലാണ് ഉള്ളത്. അവൻ 5 വർഷത്തോളമായി പോയിട്ട് 2021 മെയ് 15 അവൻ്റെ വിവാഹമായിരുന്നു. കോവിഡ് കാലമായതിനാൽ അവൻ വന്ന്
1 മാസത്തേന് മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. തിരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ മകൻ വേറൊരു മകനായിരുന്നു. അവൻ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യില്ല, വിളിക്കില്ല. 7 മാസങ്ങൾക്ക് ശേഷം അവൻ്റെ വൈഫും പോയി. വൈഫും അവിടെ ചെന്നതിന് ശേഷം അവൻ്റെ ഫോൺ നമ്പർ മാറ്റി. യാതൊരു വിധത്തിലും അവനെ കിട്ടുന്നില്ല. 5 മാസക്കാലം ഞാൻ കണ്ണീരോടുകൂടി ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് പ്രയോജനം കിട്ടിയില്ല. എൻ്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടണേ, എൻ്റെ മകനെ എന്നെ വെറുക്കല്ലേ. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ ഇല്ല. അതാണധികം. അങ്ങനെ വിഷമിച്ച് ഞങ്ങൾ കുടുംബത്തിലുള്ള എല്ലാവരും ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഈ പ്രാർത്ഥനയൊന്നും എനിക്ക് ഫലം നൽകുന്നില്ല. കൃപാസനത്തിൽ വന്ന മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്താൽ മാത്രമേ എനിക്കതിന് പ്രയോജനമുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ വരികയും അന്ന് ഞങ്ങൾ ട്രെയിനിന് വന്നിട്ട് ഒരു വീട്ടിൽ താമസിച്ചിട്ടാണ്, മലപ്പുറത്ത് നിന്ന് വരണ്ടേ. അങ്ങനെ ആ വീട്ടിൽ താമസിക്കുന്ന അന്ന് ഇവിടെ എത്തിയിട്ടില്ല. എൻ്റെ മകൻ എന്നെ വിളിച്ചു. എനിക്ക് അവൻ വിളിച്ചപ്പോൾ സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ എനിക്ക് ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. എൻ്റെ ചങ്ക് ഇടറിപ്പോയി. അങ്ങനെ ആ മോനെ സുഖമാടാ അങ്ങനെ മാത്രം വെച്ചിട്ട് ഞാനിങ്ങനെ കൃപാസനത്തിൽ വന്നതാ എന്ന് മാത്രം പറഞ്ഞിട്ട് എനിക്ക് വെക്കേണ്ടി വന്നു. കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. അത്രമാത്രം വേദന ഞങ്ങളുടെ കുടുംബം അനുഭവിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് വളരെ കുറച്ച് മാത്രമെങ്കിലും അവൻ സംസാരിക്കുമായിരുന്നു. പിന്നെ അവനൊരു കുട്ടിയുണ്ടായി. ആ കുട്ടിയുണ്ടായതിൻ്റെ ശേഷം പിന്നെ ഇപ്പോൾ ഞങ്ങളെ വിളിക്കുകയും കോണ്ടാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ അവൻ്റെ സിസ്റ്ററിനോട് അവൻ മിണ്ടില്ലായിരുന്നു. എന്താ കാരണമെന്ന് ഞങ്ങൾക്ക് വ്യക്തമല്ല. കാരണമുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പരിഹാരം കണ്ടെത്താമായിരുന്നു. പക്ഷേ അവൻ്റെ സിസ്റ്ററെ കാനഡയിൽ ചെന്നിട്ട് അവൻ വരികയോ അന്വേഷിക്കുകയോ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ അവൻ ഒന്നും ചെയ്തില്ല. അവളുടെ സുഹൃത്തുക്കളാണ് അവനെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിൽ എത്തിക്കുകയും എല്ലാം ചെയ്തത്. അവസാനം അവൾ 2-3 പ്രാവശ്യം വിളിച്ചിട്ട് പോലും എന്നെ വിളിക്കണ്ട എന്നാണ് അവൻ പറയുന്നത്. കുട്ടിയുണ്ടായതിൻ്റെ ശേഷം കാണാതെ ഇരിക്കാൻ വയ്യാന്ന് പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് അവൾ അവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എൻ്റെ വീട്ടിൽ വരണ്ട എന്ന് വരെ പറഞ്ഞു. എങ്കിലും വേണ്ടില്ല. ആ സമയങ്ങളിൽ ഞാൻ രാത്രിയാണ്, ഇവിടുത്തെ രാത്രിയാണ്. ആ രാത്രി സമയത്ത് ബൈബിൾ എടുത്ത് വായിച്ച് എൻ്റെ മകളിൽ നിന്ന് നല്ലൊരു ന്യൂസ് എനിക്ക് കേൾക്കി തരണമേ എൻ്റെ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ബൈബിൾ വായിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ അവൾ വിളിച്ചു, അമ്മേ അനിയൻ വന്നു, അവൻ എന്നെ കൂട്ടിക്കൊണ്ട് പോയി, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളുടെ കുടുംബത്തിന് നൽകി. ഞങ്ങളുടെ കുടുംബം എല്ലാം കൊണ്ടും തകർന്ന് മാനസികമായിട്ട് ഞങ്ങൾ വളരെയധികം വിഷമിച്ച് ആൾക്കാരുടെ മുമ്പിൽ പോലും ജനങ്ങളുടെ മകൻ്റെ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നും പറയാനില്ല. ഞങ്ങൾക്കൊരു വിവരവും ഇല്ല. പിന്നെ എങ്ങനെ ഞങ്ങൾ പറയും? അങ്ങനെ വിഷമിച്ച് ദുഃഖം ഉള്ളിലൊതുക്കി ഞങ്ങൾ വിഷമിച്ച് കഴിയുന്ന ഞങ്ങൾക്ക് മാതാവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ സന്തോഷകരമായൊരു ജീവിതം നയിക്കാൻ തന്ന മാതാവിനും തിരുക്കുമാരനും ഞങ്ങൾ 1000 നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. നാട്ടിലേക്ക് വരുന്ന കാര്യം പറയുമ്പോൾ എൻ്റെ മകൻ എന്തിനാ വരുന്നത്, എന്ത് നാട് എന്ന് ചോദിക്കുമായിരുന്നു. ഇപ്പോൾ എൻ്റെ മകൻ ഏപ്രിൽ 20 വരണം, ടിക്കറ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷവാനായിട്ടിരിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് ലിപ്സി, തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മാളയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2022 ഓഗസ്റ്റ് 27 മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോ തന്ന അനുഗ്രഹത്തിന് സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ ആദ്യത്തെ നിയോഗം എൻ്റെ മകൾക്ക് കിട്ടിയ രോഗസൗഖ്യമാണ്. 8 വർഷമായി എൻ്റെ മകൾക്ക് സ്കിൻ അലർജിയുണ്ട്. പല ഡോക്ടർമാരെയും കാണിച്ചിട്ട് ഒരു കുറവുണ്ടായില്ല. 2021 പകുതി എത്തിയപ്പോഴാണ് ലാസ്റ്റായിട്ട് ഞങ്ങളൊരു സ്കിൻ ഡോക്ടറെ കാണിച്ചത്. അതൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അവളുടെ ബ്ലഡിൽ അലർജി കണ്ടമാനം ഉണ്ടെന്ന് പറഞ്ഞു. അതൊരു 8 മാസം ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഒരു 12 അലർജിയുടെ ഇഞ്ചക്ഷൻ വരെ എൻ്റെ മകൾക്ക് ചെയ്ത്. ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും ആ ഇഞ്ചക്ഷൻ്റെ ഡോസ് കഴിഞ്ഞപ്പോൾ തുടങ്ങി അവൾക്ക് പിന്നെയും ചൊറിച്ചലും, മേത്തൊക്കെ ആണെങ്കിൽ നിറച്ച് കറുത്ത കുരുക്കളും കറുത്ത പാടുമാണ്. കൈയുടെ ഷോൾഡറുമേയും പുറത്തും തൊടയമേയൊക്കെ ഭയങ്കര കുരുക്കളും കറുത്ത പാടുമായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് എൻ്റെ മോളുടെ സ്കിൻ അലർജി മാറാൻ വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതിൽ നിന്ന് അവൾക്ക് രോഗസൗഖ്യം കിട്ടി. അവൾക്ക് ഞാൻ ഉടമ്പടി വസ്തുക്കൾ, നേർച്ച വസ്തുക്കൾ, നേർച്ച ഉപ്പ് ഉടമ്പടി വെള്ളത്തിലിട്ട് കൊടുക്കുകയും തൈലം അവളുടെ പുറത്ത് പറ്റി വിശ്വാസപ്രമാണം ചൊല്ലി പുറത്ത് പറ്റി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവളുടെ സ്കിൻ അലർജി പൂർണ്ണമായിട്ട് മാറുകയും ചൊറിച്ചലും ശരിക്കും മാറി മാതാവ് അനുഗ്രഹിച്ച്.
രണ്ടാമത്തെ നിയോഗം എനിക്ക് ഞങ്ങളുടെ സ്ഥലക്കച്ചവടം നടത്തി കിട്ടിയതിൻ്റെ പേരിൽ 6 വർഷമായി ഞങ്ങൾക്ക് സ്ഥലം വിൽക്കാൻ നോക്കണേ. സ്ഥലത്തിന് വഴിയും ഉണ്ട്, റോഡ് സൈഡിലുള്ള സ്ഥലമാണ്. പക്ഷെ അത് ഒരിക്കലും വിറ്റ് പോണില്ല. 6 വർഷമായിട്ട് നോക്കിയിട്ട് ഉടമ്പടിയിൽ വെച്ചത് കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ആ സ്ഥലം വിറ്റുപോയത്. ഞാൻ അവിടെ ചെന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി നേർച്ചൊപ്പിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞ മാസം ഫെബ്രുവരിയിൽ മാതാവിനോട് പറഞ്ഞു പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, ഫെബ്രുവരി മാസം ലാസ്റ്റ് ഞങ്ങളുടെ സ്ഥലം കച്ചവടമാക്കി തരണമെന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഫെബ്രുവരി ലാസ്റ്റ് കച്ചവടം നടക്കുകയും കരാർ എഴുതുകയും ചെയ്തു. അമ്മ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. മൂന്നാമത്തെ നിയോഗം ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത നിയോഗമാണ്. എൻ്റെ മൈഗ്രെയിൻ തലവേദന 35 വർഷമായിട്ടുള്ള മൈഗ്രെയിൻ തലവേദനയാണ് എൻ്റെ. എനിക്ക് ബസ് യാത്രയും ചെയ്യാനും പറ്റില്ല, വെയിൽ കൊള്ളാനും പറ്റില്ല. അപ്പം എനിക്ക് ഭയങ്കര തലവേദനയാണ്. യാത്ര ചെയ്യുമ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തലവേദന കൊണ്ട് ഒരു രക്ഷയുണ്ടാവില്ല. പിന്നെ കുറച്ച് നേരം വണ്ടിയിൽ യാത്ര ചെയ്ത ഛർദിയും ഒക്കെയാണ് എനിക്ക്. അതുകൊണ്ട് ഒട്ടും എനിക്ക് പുറത്തേക്ക് പോകാനും പറ്റില്ല, വെയിൽ കൊള്ളാനും പറ്റില്ല. ഞാൻ ഉടമ്പടി തൈലമൊക്കെ ഇട്ട് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മൈഗ്രെയിൻ തലവേദന മാറുകയും ചെയ്തു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് കൊച്ചുറാണി. ഞാൻ മലയാറ്റൂരിൽ നിന്ന് വരുന്നു. ഞാൻ 22/4/2022 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ 6 നിയോഗങ്ങൾ വെച്ചു. അതിനകത്ത് എനിക്ക് 5 നിയോഗങ്ങളും അമ്മ മാതാവ് എനിക്ക് നടത്തി തന്നു. അതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടിയിൽ വെച്ചത് എനിക്ക് കുറേ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശ്വാസം മുട്ടൽ, ഞാൻ ഇൻഹേലർ വലിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. പിന്നെ നടുവിന് വേദന, കാലുവേദന, അങ്ങനെ കുറേ അസുഖങ്ങളായിരുന്നു. അപ്പോൾ അതെല്ലാം മാറണമെന്നായിരുന്നു വിചാരിച്ചു. അത് നിയോഗം വെച്ചു. പിന്നെ എനിക്ക് ഇവിടെ ഒരു ചെറിയ വരുമാനത്തിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് 2 മക്കളാണ്, ചേട്ടനില്ല. അപ്പോൾ മകൾ നേഴ്സിങ്ങിന് പഠിക്കാനായിട്ട് പോയപ്പോൾ എൻ്റെ കയ്യിൽ സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിലും ഇച്ചിരി കൂടി വരുമാനമുള്ളൊരു ജോലി ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പിന്നെ മോളുടെ വിദ്യാഭ്യാസ ലോണിന് വെച്ചിട്ട് അത് എനിക്ക് പാസ്സായി കിട്ടില്ലായിരുന്നു. ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞപ്പോൾ അവർ അത് റിജക്റ്റ് ചെയ്തു. രണ്ടാമത്തെ ഒരു ബാങ്കിൽ വെച്ചു. അവരത് ഓരോ കാരണങ്ങൾ പറഞ്ഞ് ആ പേപ്പർ മാറ്റി വെച്ചതല്ലാതെ നമുക്ക് പാസ്സാക്കി തരുന്നുണ്ടായിരുന്നില്ല. അത് പിന്നെ എനിക്ക് കടബാധ്യത മാറണമെന്നായിരുന്നു. പിന്നെ മോനൊരു വിദേശത്തൊരു ജോലി ലഭിക്കണമെന്നായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്ത് പോയി പത്രമൊക്കെ വാങ്ങിച്ചിട്ട് പോയി. പത്രം ഞാൻ വീടുകളിലൊക്കെ കൊടുത്തെങ്കിലും എനിക്കൊരു പ്രാർത്ഥനയോടൊന്നും ഞാൻ കൊടുത്തില്ല. എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയുടെ കഴിയുമ്പോൾ ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലും. കൂടുതൽ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു മാസം കഴിഞ്ഞ് ഞാനിവിടെ ധ്യാനത്തിന് വന്നപ്പോൾ എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനുള്ളൊരു ചൈതന്യം കിട്ടണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എനിക്കൊരു ജോലി, എന്തെങ്കിലും ഒരു അടയാളം അമ്മ മാതാവ് എനിക്ക് ഈ ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് ഇവിടുന്ന് ധ്യാനം കഴിഞ്ഞ് പോയി, മെയ് മാസം ധ്യാനം കഴിഞ്ഞ് പോയി. വീട്ടിൽ ചെന്ന് അപ്പോൾ തന്നെ എനിക്ക് ഒരു വിദേശത്തൊരു ഹൗസ് മെയ്ഡിൻ്റെ ജോലിക്കായിട്ട് ഒരാൾ വിളിച്ചു. അങ്ങനെ എനിക്ക് ആ ജോലിയുടെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. അപ്പോൾ ഞാൻ പിന്നെ തുടങ്ങി പത്രമൊക്കെ കൊടുക്കുമ്പോൾ കൂടുതലായിട്ട് പ്രാർത്ഥിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഓരോ വീടുകളിലും പ്രാർത്ഥിക്കാനും പിന്നെ രോഗികൾക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ എനിക്ക് സാധിച്ചു. പിന്നെ എനിക്ക് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുമായിരുന്നു. അപ്പോൾ എനിക്ക് ക്ഷമിക്കാനുള്ളൊരു ഇത് തരണേ മാതാവെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നീട് ക്ഷമിക്കാൻ എനിക്ക് സാധിച്ചു. പിന്നെ മകളുടെ ലോൺ പാസ്സാകാതിരുന്ന സമയത്ത് ഞാൻ വീണ്ടും ബാങ്കിൽ ഒന്നുകൂടി പോയി മാനേജറെ കണ്ടു. അപ്പോൾ ഞാൻ ഈ കാശ് രൂപം കൈ പിടിച്ചിട്ടാണ് പോണത്. അപ്പം ഒരു 9 മാസമായിട്ട് പാസ്സാകാതിരുന്ന ലോണായിരുന്നു. അവർ 2022 പേപ്പർ തന്നെ വേണം, ഇത് 21 നിങ്ങൾ തന്നത്, അതുകൊണ്ട് അത് പാസ്സാക്കി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കോളേജിൽ നിന്നാണെങ്കിൽ അവർ വേറൊരു പേപ്പർ നമുക്ക് തരുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈ കാശ് രൂപം കൈ പിടിച്ച് മാനേജറെ ചെന്ന് കണ്ട് പറഞ്ഞു, എനിക്കിങ്ങനെ പുറത്തേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ രക്ഷിതാവായിട്ട് ഒപ്പിടാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്കത് ഞാൻ പോണതിന് മുമ്പ് സാറ് പാസ്സാക്കി തരണമെന്ന് സാറിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു കുട്ടീനെയും കൂട്ടിയിട്ട് പോരേന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ആ ലോൺ 3 ദിവസം കൊണ്ട്, അതായത് ശനിയാഴ്ച ഞാൻ ചെന്നു, സാറിനെ കണ്ടു. സാറ് പറഞ്ഞ ഫോമുകളെല്ലാം ഞങ്ങൾ പൂരിപ്പിച്ച് കൊടുത്തു. പിന്നെ ഞായറാഴ്ച അവധിയായിരുന്നു. തിങ്കളാഴ്ച വീണ്ടും ഞങ്ങൾ ബാങ്കിൽ ചെന്നു. ഉച്ച കഴിഞ്ഞ് സാറ് സ്വന്തമായിട്ട് തന്നെ സാറിൻ്റെ ചിലവിൽ തന്നെ ഞങ്ങളുടെ വീട് കാണാൻ വന്നു. അതിന് സാറ് അത് കഴിഞ്ഞ് എന്നെ ഒരു 6 മണിയായപ്പോൾ, വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വേഗം വന്ന് പേപ്പറുകളെല്ലാം ഒപ്പിട്ടോ. എനിക്കപ്പോൾ 11 മണിക്കായിരുന്നു ഫ്ലൈറ്റ്.
വേഗം വന്ന് പേപ്പറുകളെല്ലാം ഒപ്പിട്ടോ, ലോൺ പാസ്സാക്കി തരാമെന്ന് പറഞ്ഞു. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. പിന്നെ ഞാൻ ആഗസ്റ്റ് മാസം ആദ്യത്തെ ആഴ്ചയിൽ ഇവിടെ വന്നു, അച്ഛനെ കണ്ടു. അച്ഛൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു അച്ഛനോട് എനിക്ക് കുറേ അസുഖങ്ങളൊക്കെ ഉണ്ട്, ഞാനിങ്ങനെ പുറത്തേക്ക് പോവാണ്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, കാശ് രൂപം കയ്യിലുണ്ട്, അത് മുറുകെ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിപ്പോയിക്കോ, ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന്. അതുപോലെ തന്നെ ഇത്രയും നാളായി എനിക്ക് ഇൻഹേലർ പിന്നീട് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ 8 മാസം അബുദാബിയിലായിരുന്നു. ആ 8 മാസവും ഞാൻ ഇൻഹേലർ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ നടുവേദന ഉണ്ടായിട്ടില്ല. പിന്നെ ചെറുതായിട്ട് എന്തെങ്കിലും അസ്വസ്ഥതകൾ വരുമ്പോൾ ഞാൻ അപ്പോൾ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം എടുത്ത് പുരട്ടും. അത് അപ്പോൾ തന്നെ എനിക്ക് മാറാറുണ്ട്. അവിടെ ചെന്നതിന് നാട്ടിലായിരുന്ന സമയത്ത് എനിക്ക് എന്നും ആശുപത്രി പോകാൻ ആ സമയം ഉണ്ടായിരുന്നുള്ളൂ. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കങ്ങനെ ഒരു ആശുപത്രി കേസും ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെ എൻ്റെ കടബാധ്യതകൾ അതോടുകൂടി മാറിക്കിട്ടി. പിന്നെ എൻ്റെ ആഗ്രഹമായിരുന്നു, മോൻ ഷെഫായിരുന്നു, അവന് ബാംഗ്ലൂരായിരുന്നു അവൻ. പക്ഷെ അവന് അവിടെ ശമ്പളമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വിദേശത്ത് എവിടെയെങ്കിലും ഒരു ജോലി ലഭിക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ അവൻ്റെ ഒരു നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ അവൻ്റെ CV കൊടുത്ത് ഡിസംബർ 2-ാം തീയതി ആയിരുന്നു അവൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഡിസംബർ 2-ാം തീയതി അവനൊരു ഗിഫ്റ്റായിട്ട് ആ ജോലിയിൽ എന്തെങ്കിലും ഒരു ഇത് മാതാവ് കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അവർ ഡിസംബർ 1-ാം തീയതി അവനെ അവിടുന്ന് വിളിച്ചു. പിന്നീട് ഇൻ്റർവ്യൂ നടത്തി. അവർ കമ്പനി തന്നെ നേരിട്ട് അവനെ ദുബായിലേക്ക് ജോലിക്ക് കൊണ്ടുപോയി. നമുക്ക് 1 രൂപ പോലും മുടക്കില്ലാതെ ഇപ്പോൾ 2 മാസമായിട്ട് അവൻ അവിടെ ജോലി ചെയ്യുന്നു, സുഖമായിട്ടിരിക്കുന്നു. പിന്നീട് ഈ കൂടുതലായിട്ട് എനിക്ക് ഇപ്പോൾ ഇത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടുതൽ സമയം ഞാൻ കണ്ടെത്താറുണ്ട്. ഞാൻ അവിടെ ആയിരുന്നപ്പോൾ എനിക്ക് പത്രവിതരണമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും അച്ഛൻ്റെ ധ്യാനം കൂടും. പിന്നെ എല്ലാ ദിവസവും കുർബാനയിൽ മൊബൈലിലാണെങ്കിലും കുർബാനയിൽ പങ്കെടുക്കും. ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എല്ലാ ദിവസവും ചെല്ലും. ഇവിടുത്തെ സമയം അല്ലെങ്കിൽ പോലും അവിടുത്തെ സമയത്തിൽ ചെല്ലും. അങ്ങനെ കൂടുതലായിട്ട് വിശ്വാസത്തിലേക്ക് വരാൻ പറ്റി എനിക്ക്, മക്കൾക്കും എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കിട്ടിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു.